പ്രോഡക്ട്സിലൂടെ. പൊൻകതിർ പുട്ട് സോഫ്റ്റ് ആകാൻ ഒരു ഗ്ലാസ് പുട്ടുപൊടിക്ക് ഒരു ഗ്ലാസ് വെള്ളം. പൊൻകതിർ ഫുഡ് പ്രോഡക്ട്സ്, ദി ബ്രാൻഡ് ഓഫ് ഹാപ്പിനെസ്. ന്യൂസ് ഡീകോഡിൽ അമൃത പടിക്കാൻ. നമസ്കാരം, ന്യൂസ് ഡീകോഡിലേക്ക് സ്വാഗതം. നോക്കാം ആദ്യം പ്രധാന വാർത്തകൾ. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക്. വോട്ടെടുപ്പ് നവംബർ 6-നും 11-നും, ഫലപ്രഖ്യാപനം 14-ന്. തീവ്ര പരിശോധനയ്ക്ക് ശേഷം പുറത്തിറക്കിയ പട്ടികയിൽ 7.43 കോടി വോട്ടർമാർ. സ്ഥാനാർത്ഥി ചർച്ചകൾ സജീവമാക്കി ഇന്ത്യാ സഖ്യവും NDA. ശബരിമലയിലെ സ്വർണ്ണപ്പാളി കാണാതായത് അന്വേഷിക്കാൻ പ്രത്യേക സംഘത്തെ നിയോഗിച്ച് ഹൈക്കോടതി. നടപടി ഉണ്ണികൃഷ്ണൻ പോറ്റി കൊണ്ടുപോയത് സ്വർണ്ണപ്പാളികൾ തന്നെയെന്ന ദേവസ്വം വിജിലൻസ് റിപ്പോർട്ട് പരിഗണിച്ച്. പിന്നിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി മാത്രമല്ലെന്ന് കോടതി. വിഷയത്തിൽ സഭ സ്തംഭിപ്പിച്ച പ്രതിപക്ഷം. ദേവസ്വം മന്ത്രി രാജിവെക്കണമെന്നും പ്രസിഡന്റിനെ പുറത്താക്കണമെന്നും ആവശ്യം. എങ്ങനെയാണ് സമരം ചെയ്യേണ്ടതെന്ന് പറഞ്ഞുതരാം. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന് നേരെ ഷൂസ് എറിയാൻ ശ്രമിച്ച് അഭിഭാഷകൻ. അക്രമശ്രമം BR ഗവായ് സനാതനധർമ്മത്തിനെതിരെ വിളിച്ചു പറഞ്ഞ്. ചീഫ് ജസ്റ്റിസിന്റെ നിർദ്ദേശപ്രകാരം കസ്റ്റഡിയിലെടുത്ത അഭിഭാഷകനെ വിട്ടയച്ചു. പ്രകോപന കാരണം ഖജുരാഹോയിൽ വിഷ്ണു പ്രതിമ പുനഃസ്ഥാപിക്കണമെന്ന പൊതു താൽപര്യ ഹർജി തള്ളിയത്. ഇക്സാലോജി കേസിൽ മുഖ്യമന്ത്രിയുടെ മകൾ T വീണയ്ക്ക് ആശ്വാസം. അന്വേഷണം ആവശ്യപ്പെട്ട് മാത്യു കുഴൽനാടൻ MLA യുടെ ഹർജി സുപ്രീം കോടതി തള്ളി. രാഷ്ട്രീയ വിഷയത്തിന് കോടതിയെ വേദിയാക്കരുതെന്ന് വിമർശനം. ഹർജി തള്ളിയത് സാങ്കേതിക കാരണങ്ങളാലാണെന്ന് മാത്യു കുഴൽനാടൻ. പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ 9 വയസ്സുകാരിയുടെ കൈമുറിച്ചതിൽ 2 ഡോക്ടർമാർക്ക് സസ്പെൻഷൻ. ചികിത്സാ പ്രോട്ടോകോളിൽ വീഴ്ചയെന്ന് കണ്ടെത്തൽ. DMEയുടെ റിപ്പോർട്ട് തള്ളി. കഫ് സിറപ്പ് മരണങ്ങൾക്ക് പിന്നാലെ നിബന്ധനകൾ കർശനമാക്കി കേരളം. 5 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് കുറുപ്പടിയില്ലാതെ മരുന്നില്ല. വ്യാജ ഭിന്നശേഷി സർട്ടിഫിക്കറ്റ് തയ്യാറാക്കാൻ മാഫിയ സംഘം. സർക്കാർ ആശുപത്രിയിലെ ഡോക്ടർമാർ ഉൾപ്പെടെ പങ്കാളികളായ സംഘത്തിനായി ഏജന്റുമാരും. കേൾവിയില്ലെന്ന് അഭിനയിച്ച ഡോക്ടറിൽ നിന്ന് വാങ്ങിയ ഭിന്നശേഷി സർട്ടിഫിക്കറ്റിന്റെ പകർപ്പ് മീഡിയ വണ്ണിന്. ഭാവിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകില്ലെന്നും ഏജന്റിന്റെ ഉറപ്പ്. നമ്മള് അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ പണി കിട്ടാൻ സാധ്യതയുണ്ടോ? ഒരു പ്രോപ്പറായിട്ടൊരു അന്വേഷണം വന്നു കഴിഞ്ഞാല് ഈ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയ ആൾക്കാർ കുടുങ്ങില്ലേ? അല്ല, അത് ഓർക്ക് അതിന്റെ പെർസെന്റേജ് ഉണ്ടല്ലോ, കുറച്ച് ദേശത്തിനാണ് ആളുകളെല്ലാം ചെയ്യുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഒരുങ്ങുകയാണ് ബീഹാർ. നമുക്കറിയാം, തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിലെ പ്രതിഷേധങ്ങൾക്കിടെ അന്തിമ വോട്ടർ പട്ടികയും പുറത്തുവന്ന സാഹചര്യത്തിൽ ഇന്നിതാ പോളിംഗ് തീയതി പ്രഖ്യാപിച്ചിരിക്കുകയാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. കഴിഞ്ഞ 2 ദിവസങ്ങളായി മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ നേതൃത്വത്തിലുള്ള സംഘം ബീഹാറിലെത്തി സ്ഥിതിഗതികൾ നിരീക്ഷിച്ചു വരികയായിരുന്നു. 2 ഘട്ടങ്ങളായി തെരഞ്ഞെടുപ്പ് നടത്താനാണ് തീരുമാനം. SIR-ന് ശേഷമുള്ള ആദ്യ തെരഞ്ഞെടുപ്പായതിനാൽ കുറ്റമറ്റ രീതിയിൽ തെരഞ്ഞെടുപ്പ് നടത്താനുള്ള ഒരുക്കത്തിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. വോട്ടർ അധികാർ യാത്രയുമായി ഇന്ത്യാ സഖ്യവും സുജാവ് യാത്രയും അതുപോലെ അനവധി പ്രഖ്യാപനങ്ങളുമായി NDAയും കളം നിറഞ്ഞപ്പോൾ ബീഹാറിലെ ജനങ്ങൾ ആർക്കൊപ്പം നിൽക്കും എന്നാണ് അറിയേണ്ടത്. വിശദമായി തന്നെ നമുക്ക് പരിശോധിക്കാം. എങ്ങനെയായിരിക്കും തെരഞ്ഞെടുപ്പെന്ന് നോക്കാം. തുടക്കത്തിൽ നമ്മൾ പറഞ്ഞതുപോലെ 2 ഘട്ടങ്ങളിലായാണ് ബീഹാറിൽ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നത്. ആദ്യഘട്ടം നവംബർ 6-നാണ്. പ്രതിഷേധങ്ങൾക്കും വിവാദങ്ങൾക്കും ഒടുവിൽ ഈ വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണം പൂർത്തിയാക്കിയ ശേഷമാണ് ബീഹാറിൽ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചത് എന്ന് നമ്മൾ പറഞ്ഞല്ലോ. ആദ്യഘട്ടത്തിൽ 121 മണ്ഡലങ്ങളിലാണ്, അതായത് നവംബർ 6-ന് 121 മണ്ഡലങ്ങളിൽ വോട്ടെടുപ്പ് നടക്കും. 2ാം ഘട്ട തെരഞ്ഞെടുപ്പ് നടക്കുക നവംബർ 11-നാണ്. 2ാം ഘട്ടത്തിൽ 122 മണ്ഡലങ്ങൾ വിധിയെഴുതും. 90,712 പോളിംഗ് സ്റ്റേഷനുകളാണ് സജ്ജമാക്കിയിട്ടുള്ളത് എന്നാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഇന്ന് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. അതുപോലെ തന്നെ ഒരു ബൂത്തിൽ വോട്ടർമാരുടെ എണ്ണം 1,200-ആയി
നിജപ്പെടുത്തിയിട്ടുമുണ്ട്. ഇങ്ങനെ 2 ഘട്ടത്തിന് ശേഷം നവംബർ 14-നായിരിക്കും നമുക്ക് ഫലപ്രഖ്യാപനം അല്ലെങ്കിൽ ഫലം എന്താണ് എന്ന് അറിയാൻ കഴിയുക. ഇനിയിപ്പോൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്ന കാര്യം, അതുപോലെ തന്നെ അവസാന തീയതി, അതെല്ലാം പരിശോധിക്കേണ്ടതുണ്ട്. നാമനിർദ്ദേശ പത്രിക സ്വീകരിക്കുന്ന തീയതി നോക്കിയാൽ ആദ്യഘട്ടത്തിൽ 10/10/2025, അതായത് ഒക്ടോബർ 10-ാം തീയതി തൊട്ട് നാമനിർദ്ദേശ പത്രിക അത് സ്വീകരിച്ചു തുടങ്ങും. അത് 2-ാം ഘട്ടത്തിലേക്ക് വരുമ്പോൾ ഒക്ടോബർ 13-ാം തീയതി മുതൽ നാമനിർദ്ദേശ പത്രിക നൽകി തുടങ്ങാം. ഇനി അവസാന തീയതി എന്നാണ് എന്ന് നോക്കേണ്ടതുണ്ട്. ആദ്യഘട്ടം നവംബർ 6-നാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അതിന്റെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി ഒക്ടോബർ 17-ആണ്. 2-ാം ഘട്ട തെരഞ്ഞെടുപ്പ് നടക്കുക 11-ാം തീയതിയാണ്. അതിന്റെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി 20-ാം തീയതി, ഒക്ടോബർ 20-ാം തീയതിയായിരിക്കും നാമനിർദ്ദേശ പത്രിക നൽകാനുള്ള അവസാന തീയതി. സൂക്ഷ്മ പരിശോധന. നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന, ആദ്യഘട്ട വോട്ടെടുപ്പിന്റെ സൂക്ഷ്മ പരിശോധന ഒക്ടോബർ 18-ാം തീയതി നടക്കും. 2-ാം ഘട്ട വോട്ടെടുപ്പിന്റെ സൂക്ഷ്മ പരിശോധന 21-ാം തീയതി നടക്കും. നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി പരിശോധിക്കുകയാണെങ്കിൽ ആദ്യഘട്ട പോളിംഗിന്റെ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി 20-ാം തീയതിയാണ്. ഒക്ടോബർ 20-ാം തീയതി വരെ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയമുണ്ട്. 2-ാം ഘട്ട പോളിംഗ് നോക്കുകയാണെങ്കിൽ ഒക്ടോബർ 23-ാം തീയതി വരെ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള ഒരു സമയമുണ്ട്. ഇനി നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കേണ്ടതുണ്ട്. ഈ അന്തിമ വോട്ടർ പട്ടികയിൽ ഏത് രീതിയിലാണ് ആളുകൾ ഉൾപ്പെട്ടിട്ടുള്ളത് എന്ന് പരിശോധിക്കേണ്ടതുണ്ടല്ലോ. വ്യക്തമായി തന്നെ നോക്കാം. തുടക്കത്തിൽ നമ്മൾ പറഞ്ഞതുപോലെ 7.43 കോടി വോട്ടർമാരാണ് ഇത്തവണ ഈ അന്തിമ വോട്ടർ പട്ടികയിൽ ഇടം പിടിച്ചിട്ടുള്ളത്. അതിൽ നോക്കുകയാണെങ്കിൽ 3,40,82,828 സ്ത്രീ വോട്ടർമാരാണുള്ളത്. സ്ത്രീ വോട്ടർമാരുടെ എണ്ണം നമുക്ക് വ്യക്തമാണെന്ന് മനസ്സിലാക്കുന്നു. ഇനി എത്ര പുരുഷന്മാരുണ്ട് എന്ന് നോക്കാം. 3,92,07,604 പുരുഷന്മാരാണ് ഇത്തവണ പോളിംഗ് ബൂത്തുകളിലേക്ക് അല്ലെങ്കിൽ വോട്ടെടുപ്പിനായി തയ്യാറാകുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ആകെ 7.42 കോടി വോട്ടർമാരുണ്ട്. ഇനി കന്നി വോട്ടർമാർ എത്രയാണ് എന്ന് നോക്കിയാൽ ഇന്നത്തെ പ്രസ് മീറ്റിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ പറഞ്ഞത് 14 ലക്ഷം പുതിയ വോട്ടർമാരെ ഇത്തവണത്തെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ്. അതിൽ തന്നെ 4 ലക്ഷം പേർ പ്രായമായവരാണ്. അതുപോലെ 1725 ട്രാൻസ്ജെൻഡേഴ്സും ഇത്തവണ പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ട്. തുടക്കത്തിൽ നമ്മൾ പറഞ്ഞതുപോലെ 90,712 പോളിംഗ് സ്റ്റേഷനുകളാണ് ഇത്തവണ സജ്ജീകരിച്ചിട്ടുള്ളത്. ഓക്കെ, ഈ സൂചിപ്പിച്ചതുപോലെ 7.43 കോടി വോട്ടർമാരാണ് തവണ ഉൾപ്പെട്ടിട്ടുള്ളത്. SIR-ന് ശേഷമുള്ള ആദ്യ തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് തന്നെ ചില മാറ്റങ്ങൾ ഉണ്ടാകും എന്നാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ പറയുന്നത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാം. न केवल लॉ एंड ऑर्डर की व्यवस्था पर पूर्ण निगरानी रखी जाएगी, बल्कि शांतिपूर्ण ढंग से पूर्ण पारदर्शी तरीके से बिहार के होने वाले चुनाव शायद सबसे अच्छे चुनावों के रूप में परिलक्षित होंगे, ऐसी चुनाव आयोग की मंशा है। इस बार चुनाव आयोग ने मतदाताओं की सहूलियत के लिए, उनकी सुविधा के लिए हर मतदान केंद्र पर 1200 से ज़्यादा मतदाता न हो ऐसा लक्ष्य रखा है। वुमेन मैनेज्ड 1044 और मॉडल पुलिस स्टेशन लगभग 1350। हर पोलिंग स्टेशन पर वेबकास्टिंग की व्यवस्था होगी, जिससे चुनावी प्रक्रिया के ऊपर वरिष्ठ अधिकारियों का पूरा निगरानी किया जा सके। हर मतदान केंद्र पर एश्योर्ड मिनिमम फैसिलिटीज़ प्रदान की जाएंगी, जिसमें कि पोल वॉलंटियर्स होंगे, हेल्प डेस्क होंगी, रैंप होगा, टॉयलेट्स होंगे, ड्रिंकिंग वाटर, साइनेजेस, लाइट की सही व्यवस्था और वोटर फैसिलिटेशन सेंटर। बिहार के पूरी चुनाव का तंत्र है, उसके साथ मिलकर बिहार के इन चुनावों में 17 नए इनिशिएटिव्स लिए जा रहे हैं, जो कि बिहार से शुरू होकर पूरे देश में लागू होंगे। चुनाव आयोग ने इसके ऊपर एक इनिशिएटिव के ऊपर काफ़ी चर्चा और इनकी प्रायोगिकता को देखते हुए ये कदम उठाया है और एक ऐतिहासिक कदम इसको माना जाएगा।
വിവരങ്ങൾ നൽകാനായി സജു തോമസ് ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. സജു, നമ്മൾ ഈ സൂചിപ്പിച്ചതുപോലെ SIR ശേഷമുള്ള ആദ്യ തെരഞ്ഞെടുപ്പാണ്. അത് ഏത് രീതിയിൽ നടത്താനാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദ്ദേശിച്ചിരിക്കുന്നത്? ഒപ്പം തന്നെ നമുക്കറിയാം ഈ ബീഹാർ വോട്ടർ അധികാർ യാത്രയുമായി കോൺഗ്രസ് വലിയ ആത്മവിശ്വാസത്തിലാണ്. അതുപോലെ കഴിഞ്ഞ ദിവസം നോക്കിയാൽ BJPയുടെ സുജാവ് യാത്രയുണ്ടായിരുന്നു. വമ്പൻ പ്രഖ്യാപനങ്ങൾ BJP മുന്നോട്ട് വയ്ക്കുന്ന കാഴ്ചകളുണ്ട്. അപ്പോൾ ഏത് രീതിയിലായിരിക്കും അവിടുത്തെ ജനങ്ങൾ പ്രതികരിക്കുന്നത്? വോട്ടർ പട്ടികയിലെ തീവ്ര പരിഷ്കരണത്തിന് ശേഷം രാജ്യത്ത് നടക്കാൻ പോകുന്ന ആദ്യത്തെ തെരഞ്ഞെടുപ്പാണ് ബീഹാർ വോട്ടെടുപ്പ്. ബീഹാറിലെ വോട്ടെടുപ്പിന് മുന്നോടിയായി മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറും സംഘവും 2 ദിവസത്തെ സന്ദർശനത്തിനായി ബീഹാറിൽ പോവുകയും ബീഹാറിലെ രാഷ്ട്രീയ പാർട്ടികളുമായിട്ടും ബീഹാറിലെ നിയമ സംവിധാനത്തിലെ ഉദ്യോഗസ്ഥരുമായിട്ടൊക്കെ ചർച്ച നടത്തി ഇന്ന് ആഭ്യന്തര മന്ത്രാലയത്തിന് റിപ്പോർട്ട് നൽകിയതിന് പിന്നാലെയാണ് ഇപ്പോൾ വോട്ടെടുപ്പ് 2 ഘട്ടമായി നടത്താൻ വേണ്ടിയുള്ള പ്രഖ്യാപനം വന്നിരിക്കുന്നത്. ഇന്ന് വാർത്താ സമ്മേളനം വിളിച്ച് അത് ഇന്നിപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. എന്തായാലും ബീഹാറിലെ SIRന് പിന്നാലെ വലിയ വിവാദങ്ങളും പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളും ഒക്കെ നിലനിന്ന സാഹചര്യത്തിൽ 47 ലക്ഷം പേരെയാണ് വോട്ടർ പട്ടികയിൽ നിന്നും വെട്ടിമാറ്റിയിരിക്കുന്നത്. 7,89 ലക്ഷം ഉണ്ടായിരുന്ന ബീഹാർ വോട്ടർ പട്ടിക 2020 കണക്കിൽ 7,89 ഉണ്ടായിരുന്ന വോട്ടർ പട്ടികയിൽ നിന്നും 47 ലക്ഷം വരെ വെട്ടിമാറ്റി ഇപ്പോൾ 7,42 ലക്ഷത്തിലേക്ക് ആയിരിക്കുകയാണ്. പ്രധാനമായിട്ടും ബീഹാറിലെ രാഷ്ട്രീയ പാർട്ടികൾ ഉയർത്തുന്നത് കരുതിക്കൂട്ടിയുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടിയാണ്. BJPക്ക് വേണ്ടി അല്ലെങ്കിൽ NDAക്ക് വേണ്ടിയാണ് ഇത്തരത്തിൽ ഒരു വിഭാഗത്തെ വോട്ടർ പട്ടികയിൽ നിന്നും വെട്ടിമാറ്റി എന്നുള്ള പ്രധാനപ്പെട്ട ആക്ഷേപമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. പക്ഷേ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിപ്പോൾ മുഖവിലേക്ക് എടുക്കുന്നില്ല. വലിയ മാറ്റങ്ങളാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ വോട്ടെടുപ്പിൽ കൊണ്ടുവന്നിരിക്കുന്നത്. പ്രത്യേകിച്ച് 1200 വോട്ടർമാർ മാത്രമായിരിക്കും ഒരു പോളിംഗ് ബൂത്തിൽ ഇനി മുതൽ ഉണ്ടാവുക. അതോടൊപ്പം തന്നെ എല്ലാ പോളിംഗ് ബൂത്തുകളിലും വെബ്കാസ്റ്റിംഗ് സംവിധാനം അത് പൂർണ്ണ തോതിൽ നടപ്പാക്കാൻ വേണ്ടിയുള്ള നടപടികൾ ബീഹാർ വോട്ടെടുപ്പ് മുതൽ ആരംഭിച്ചിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ മറ്റു ചില പ്രധാനപ്പെട്ട സംവിധാനങ്ങൾ പ്രത്യേകിച്ച് വോട്ടർ പട്ടികയിലടക്കം മാറ്റങ്ങൾ വരുത്തിയ സാഹചര്യത്തിൽ ഇലക്ഷൻ കമ്മീഷന്റെ EVM മെഷീനുകൾ കളർ ഫോട്ടോ സ്ഥാനാർത്ഥികളുടെ കളർ ഫോട്ടോ പ്രിന്റ് ചെയ്യാൻ വേണ്ടിയുള്ള നടപടികളും കമ്മീഷന്റെ ഭാഗത്തു നിന്നും ആരംഭിച്ചിരിക്കുകയാണ്. പക്ഷേ ഇന്നിപ്പോൾ പ്രധാനപ്പെട്ട ഒരു ചോദ്യം മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറോട് ഇന്നിപ്പോൾ ഉണ്ടായത് വെബ്കാസ്റ്റിംഗ് സംവിധാനം ഏർപ്പെടുത്തുന്നതോടൊപ്പം തന്നെ ഏതെങ്കിലും പ്രതിപക്ഷ പാർട്ടികൾ വെബ്കാസ്റ്റിംഗ് അല്ലെങ്കിൽ ഇതിന്റെ റെക്കോർഡ്സ് ചോദിക്കുകയാണെങ്കിൽ അത് നൽകാൻ എന്തെങ്കിലും കാലതാമസം ഉണ്ടാകുമോ അല്ലെങ്കിൽ അത് നൽകാൻ തയ്യാറാണോ എന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യത്തോട് അത് വോട്ടർമാരുടെ സ്വകാര്യതയെ ബാധിക്കുന്ന കാര്യമായതിനാൽ കൈമാറാനാകില്ല എന്നാണ് ഇപ്പോൾ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്ന് വ്യക്തമാക്കിയിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും കോടതി ഉത്തരവുണ്ടെങ്കിൽ മാത്രമാണ് അത്തരത്തിൽ വെബ്കാസ്റ്റിംഗുമായിട്ട് ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും ഒരു പരാതി വരുവാണെങ്കിൽ അതിന്റെ റെക്കോർഡ്സ് നൽകാനാകൂ എന്നാണ് ഇപ്പോൾ അദ്ദേഹം അടിവരയിട്ട് പറഞ്ഞിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും വലിയ പ്രതിഷേധങ്ങൾ ഇതിനു മുൻപ് രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കൾ ഉയർത്തിയിരുന്നു. പ്രത്യേകിച്ച് വോട്ടർ പട്ടികയിലെ തീവ്ര പരിഷ്കരണത്തിന് മുന്നോടിയായിട്ട് പല സംസ്ഥാനങ്ങളിൽ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും അധിക വോട്ടുകൾ BJPയും അതോടൊപ്പം തന്നെ NDA മുന്നണിയും സ്വന്തമാക്കിയത് കള്ള വോട്ടുകളിലൂടെയാണെന്നുള്ള പ്രധാനപ്പെട്ട ഒരു ആക്ഷേപമായിരുന്നു രാഹുൽ ഗാന്ധി ഉയർത്തിയത്. അതിന്റെ പശ്ചാത്തലത്തിലായിരുന്നു ബീഹാറിലെ വോട്ടർ അധികാര യാത്രയൊക്കെയും നടത്തിയത്. പ്രത്യേകിച്ച് അതൊക്കെയും ബീഹാറിലെ ജനങ്ങൾ മുഖവിലേക്ക് എടുത്തു എന്നാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. അതെന്തായാലും ഈ വോട്ടിംഗിൽ എന്തായാലും മാറ്റമുണ്ടാകും എന്നുള്ള പ്രതീക്ഷയിലാണ് ഇപ്പോൾ. അതിന് പിന്നാലെ RJD അധ്യക്ഷൻ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ബീഹാർ അധികാര യാത്ര ഉണ്ടായിരിക്കുന്നത്. തേജസ്വി യാദവ് വ്യക്തമാക്കുന്നത് ഇത്തരത്തിലുള്ള ഈ പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളും ഒക്കെയും നിലനിൽക്കുമ്പോഴും SP ഭാഗത്തുനിന്നും ചില നീക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് SP അടങ്ങുന്ന RJD SP അതോടൊപ്പം തന്നെ മറ്റു ചില രാഷ്ട്രീയ പാർട്ടികളും വലിയ രീതിയിൽ തന്നെ ഈ തെരഞ്ഞെടുപ്പിനെ നോക്കുകയാണ്. പ്രത്യേകിച്ച് ബീഹാർ എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ ഒരു പരിച്ഛേദമാണ്. ബീഹാറിൽ ആകെ 243 സീറ്റുകളാണുള്ളത്. 122 അവിടുത്തെ മാജിക് നമ്പർ. കേവല ഭൂരിപക്ഷം കടക്കുന്നതിന് 122 സീറ്റുകളാണ് വേണ്ടത്. അത് സ്വന്തമാക്കാൻ വേണ്ടിയുള്ള നെട്ടോട്ടത്തിലാണ് രാഷ്ട്രീയ പാർട്ടികളെല്ലാം. 2020 നടന്ന തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ ഒറ്റകക്ഷി RJD ആയിരുന്നു. എന്തായാലും ആ ഒറ്റകക്ഷിയായിരുന്ന RJDയെ പിന്തള്ളിക്കൊണ്ടാണ് BJP പിന്നീട് അധികാരം പിടിക്കുകയും BJP ഏറ്റവും വലിയ ഒറ്റകക്ഷിയെ മാറുകയും ചെയ്തത്. 140 സീറ്റുകളിലായിരുന്നു RJD മത്സരിച്ചത്. അതിൽ 74 സീറ്റുകളാണ് അവർക്ക് വിജയം നേടാനായത്. പക്ഷേ കോൺഗ്രസ് 70 സീറ്റുകളിൽ മത്സരിച്ചപ്പോൾ 19 സീറ്റുകൾ മാത്രമാണ് കോൺഗ്രസിന് വിജയിക്കാനായത്. എന്തായാലും സീറ്റ് വിഭജന ചർച്ചകളൊക്കെ അവസാന ഘട്ടത്തിലാണ്. ഇന്നിപ്പോൾ KC വേണുഗോപാലും വ്യക്തമാക്കിയത് ബീഹാറിലെ സീറ്റ് വിഭജന ചർച്ചകൾ അന്തിമഘട്ടത്തിലാണ്. മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ആരെ ഉയർത്തിക്കാട്ടും എന്നുള്ള ചോദ്യത്തിന് അത് കൃത്യസമയത്ത് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആരെന്നുള്ള പേര് എന്തായാലും വരുമെന്നാണ് അദ്ദേഹം ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ബീഹാറിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ മുന്നണിയുടെയും പ്രത്യേകിച്ച് ബീഹാറിലെ മഹാസഖ്യത്തിന്റെ ഏറ്റവും വലിയൊരു ആയുധമാണ് ബീഹാർ പിടിക്കുക എന്നുള്ളത്. ബീഹാർ പിടിക്കുകയാണെങ്കിൽ രാഹുൽ ഗാന്ധി മുന്നോട്ട് വെച്ച
വോട്ടർ അധികാര യാത്രയും അതോടൊപ്പം തന്നെ SIR-നെതിരായിട്ടുള്ള പ്രക്ഷോഭവും കള്ളവോട്ട് അടക്കമുള്ള കാര്യങ്ങൾ ഇന്ത്യയിലെ ജനങ്ങൾക്കിടയിൽ ചർച്ചയായി എന്നുള്ളതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ബീഹാറിൽ BJP-യുടെ പക്കൽ നിന്ന് ബീഹാർ മഹാസഖ്യം പിടിച്ചെടുക്കുക എന്നുള്ളത്. അതിന് കൃത്യമായിട്ടുള്ള പോംവഴികളും അതിന് കൃത്യമായിട്ടുള്ള നടപടികളും NDA സർക്കാരിനെതിരായിട്ടുള്ള വലിയ ആരോപണങ്ങളും അഴിമതി ആരോപണം അടക്കമുള്ളവ കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ ഉന്നയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും സീറ്റ് വിഭജന ചർച്ചകൾ അവസാന ഘട്ടത്തിലാണ്. ബീഹാർ പിടിക്കാനാകുമെന്നുള്ള ആത്മവിശ്വാസമാണ് ഇപ്പോൾ മഹാസഖ്യത്തിനുള്ളത്. ബീഹാറിലെ സീറ്റ് വിഭജന ചർച്ചകൾക്ക് പിന്നാലെ മറ്റു ചില രാഷ്ട്രീയ കക്ഷികളും കൂടി ഒപ്പം കൂട്ടാൻ വേണ്ടിയുള്ള നടപടികൾ ഇപ്പോൾ ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗത്തു നിന്ന് ആരംഭിച്ചിട്ടുണ്ട്. എന്തായാലും ബീഹാറിലെ തെരഞ്ഞെടുപ്പ് വലിയ മാറ്റങ്ങൾ അല്ലെങ്കിൽ വലിയ ചലനങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ഭരണം പിടിക്കാൻ വേണ്ടി തുടർഭരണം പിടിക്കാൻ വേണ്ടി NDA മുന്നണി ശ്രമിക്കുമ്പോൾ അഴിമതി ആരോപണങ്ങളും അതോടൊപ്പം തന്നെ വലിയ പ്രതിപക്ഷ പ്രതിഷേധമൊക്കെ നിലനിന്ന ഒരു സംസ്ഥാനമാണ്. അപ്പോൾ ന്യൂനപക്ഷ വോട്ടുകൾ പിടിച്ചുകൊണ്ട് അവിടെ അധികാരം പിടിക്കാനാകുമെന്നുള്ള ആത്മവിശ്വാസമാണ് മഹാസഖ്യത്തിനുള്ളത്. പ്രത്യേകിച്ച് ഈ ന്യൂനപക്ഷത്തിന് മേൽക്കോയ്മയുള്ള സീമാഞ്ചൽ മേഖലയിലടക്കം അവിടെ വോട്ടുറപ്പിക്കാനാവുകയാണെങ്കിൽ അവിടുത്തെ വോട്ടുകൾ അല്ലെങ്കിൽ അവിടുത്തെ സീറ്റുകൾ നേടാനാവുകയാണെങ്കിൽ വലിയ മാറ്റം ഉണ്ടാക്കാൻ ആകുമെന്ന പ്രതീക്ഷയാണ് മഹാസഖ്യത്തിനുള്ളത്. അത്തരത്തിൽ വലിയ ആത്മവിശ്വാസത്തോടു കൂടിയാണ് തേജസ്വി യാദവ് അടക്കമുള്ളവർ മുൻപോട്ട് പോകുന്നത്. പ്രതിപക്ഷ നേതാവ് തേജസ്വി യാദവിന്റെ ഭാഗത്തു നിന്നും വലിയ മാറ്റമാണ് ഉണ്ടായിരിക്കും. പ്രത്യേകിച്ച് ബീഹാർ അധികാർ യാത്രയിലൂടെ തേജസ്വി യാദവ് മുൻപോട്ടത്തെ രാഷ്ട്രീയം അത് കൃത്യമായിട്ട് ജനങ്ങളിലേക്ക് എത്താനാകും. എന്തായാലും ലാലു പ്രസാദ് യാദവിന്റെ രാഷ്ട്രീയ വൈഭവം തേജസ്വി യാദവിലൂടെ അത് മുന്നോട്ട് വെക്കുമ്പോൾ അത് ജനങ്ങൾ എത്രത്തോളം സ്വീകരിക്കും എന്നുള്ളതിന് ഏറ്റവും വലിയ ഒരു തെളിവോ കൂടിയാണ് ഇനി വരാൻ പോകുന്ന ഈ ഒരു വോട്ടെടുപ്പ്. അത് ജനങ്ങൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ തേജസ്വി യാദവ് മുഖ്യമന്ത്രിയാവാൻ തന്നെയാണ് സാധ്യത. അത് തന്നെയാണ് എന്തായാലും ഇന്ത്യ മുന്നണിയിലെ മറ്റു ചില നേതാക്കളും പങ്കുവെക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ബീഹാർ തെരഞ്ഞെടുപ്പ് രാജ്യത്തെ വോട്ടർ പട്ടികയിലെ തീവ്ര പരിഷ്കരണത്തിന് പിന്നാലെ നടക്കാൻ പോകുന്ന ഏറ്റവും ആദ്യത്തെ തെരഞ്ഞെടുപ്പ് അത് വലിയ ചലനങ്ങൾ ഉണ്ടാക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. ശരി, സജു തോമസ് ആണ് വിവരങ്ങൾ നൽകിയത്. സജു ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം അതിനെ തുടർന്നുള്ള പ്രതിഷേധങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് നിരവധി ആരോപണങ്ങൾ വരുന്നു. അതുപോലെ തന്നെ പ്രതിഷേധങ്ങൾ രാജ്യമെമ്പാടും ഉണ്ടാകുന്നു. അപ്പോൾ ആ ഒരു പ്രതിഷേധങ്ങൾക്കൊക്കെ ഇടയിലാണ് ഏറ്റവും ഒടുവിൽ അന്തിമ വോട്ടർ പട്ടികയൊക്കെ പ്രഖ്യാപിച്ചതിന് ശേഷം ഇപ്പോൾ ഇതാ ബീഹാർ തെരഞ്ഞെടുപ്പിലേക്ക് പോളിംഗ് ബൂത്തിലേക്ക് നീങ്ങാനിരിക്കുന്നത്. പക്ഷേ അപ്പോഴും ഈ സൂചിപ്പിച്ചതുപോലെ പലതരത്തിലുള്ള ആരോപണങ്ങൾ ഒരു ഭാഗത്ത് ഇപ്പോഴും നിൽക്കുന്നുണ്ട്. കാരണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് റിപ്പോർട്ടേഴ്സ് കളക്റ്റീവിന്റെ ഒരു റിപ്പോർട്ടൊക്കെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നത്. ഢാക്ക മണ്ഡലത്തിൽ മാത്രം 80,000-ലധികം വോട്ടുകൾ നീക്കാനായി BJP-യുടെ ലെറ്റർ പാഡിൽ കത്ത് ലഭിച്ചിട്ടുണ്ട് എന്നുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വന്നിട്ടുണ്ടായിരുന്നത്. ആ 80,000 നോക്കുകയാണെങ്കിൽ തന്നെ അത് മുസ്ലിങ്ങളുടെ വോട്ടുകളാണ് ആ ഒരു മണ്ഡലത്തിൽ നിന്ന് ഒഴിവാക്കാനായി ആവശ്യപ്പെട്ടിരിക്കുന്നത്. അത്തരത്തിലുള്ള നിരവധി ആരോപണങ്ങൾ അതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ ഒരു വശത്ത് കിടക്കുന്നുണ്ട്. അതിനിടയിലാണ് തെരഞ്ഞെടുപ്പിനായി ബീഹാർ ഒരുങ്ങുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. എത്ര തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മറുപടി നൽകാത്തതുകൊണ്ട് തന്നെ ഇതൊക്കെ ശരിയാണ് എന്ന് പൊതുജനങ്ങൾ വിശ്വസിക്കേണ്ട ഒരു സാഹചര്യം തന്നെയാണ്. കാരണം ഇതിനൊരു കൃത്യമായൊരു മറുപടി ഒന്നും തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു തെരഞ്ഞെടുപ്പ് അത് എത്രത്തോളം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത് പോലെ കുറ്റമറ്റതാക്കാൻ കഴിയുമോ എന്ന് തന്നെയാണ് നോക്കുന്നത്. മറ്റൊരു കാര്യം നമുക്കറിയാം, രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള ഒരു വലിയ യാത്ര, വോട്ടർ അധികാർ യാത്ര അവിടെ നടന്നിട്ടുണ്ടായിരുന്നു. അതിനുള്ള ജനപങ്കാളിത്തം നമ്മൾ കണ്ടത് തന്നെയാണ്. നിരവധി ആളുകൾ തേജസ്വി യാദവിനും രാഹുൽ ഗാന്ധിക്കും ഒപ്പം നിലകൊള്ളുന്ന അല്ലെങ്കിൽ യാത്രയിൽ പങ്കെടുക്കുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അത് വലിയൊരു ആത്മവിശ്വാസം കോൺഗ്രസിനും ഇന്ത്യ സഖ്യത്തിനും നൽകുന്നുണ്ട്. തങ്ങൾ മുന്നോട്ട് വെച്ച ആരോപണങ്ങൾ, വോട്ട് ക്രമക്കേട്, വോട്ട് ചോരി എന്ന് പറയുന്ന കാര്യത്തിൽ ജനങ്ങൾക്ക് ബോധ്യമായിട്ടുണ്ട് എന്നുള്ളൊരു ആത്മവിശ്വാസം കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നുണ്ട്. പക്ഷേ BJP-യെ നോക്കുകയാണെങ്കിൽ, NDA സഖ്യത്തെ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ദിവസം ബീഹാറിൽ സുജാവ് യാത്രയൊക്കെ ഉണ്ടായിരുന്നു. വോട്ടർ അധികാർ യാത്രയ്ക്ക് പകരമായി നടത്തിയതെന്നൊക്കെ നമുക്ക് പറയാമെങ്കിലും സുജാവ് യാത്രയുമായി അവർ മുന്നോട്ട് പോകുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ നിരവധി അനവധി വാഗ്ദാനങ്ങൾ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എപ്പോഴും നമ്മൾ കാണുന്നത് പോലെ, എല്ലാ സംസ്ഥാനങ്ങളും നമ്മൾ കാണുന്നത് പോലെ BJP-യുടെ ഭാഗത്ത് നിന്ന് നിരവധി പ്രഖ്യാപനങ്ങൾ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടും ബീഹാറിൽ ഉയർന്നു വന്നിട്ടുണ്ട്. അപ്പോൾ ജനങ്ങൾ ആരുടെ ഭാഗത്തായിരിക്കുമെന്ന് തന്നെയാണ് കണ്ടറിയേണ്ടത്. കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നത് പോലെ ഭരണവിരുദ്ധ വികാരമൊക്കെ വോട്ടാകുമോ എന്നറിയേണ്ടതുണ്ട്. അതല്ലെങ്കിൽ ഇതൊക്കെ വെറും ആരോപണങ്ങളാണ്, എല്ലാ സമയത്തും പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നുള്ള ആരോപണങ്ങൾ മാത്രമാണ് ഇത് എന്ന് പറഞ്ഞുകൊണ്ട് BJP മുന്നോട്ട് പോകുമ്പോൾ ജനങ്ങൾ BJP-ക്കൊപ്പം നിലകൊള്ളുമോ എന്നറിയേണ്ടതുണ്ട്. ഏതായാലും നമുക്ക് കാത്തിരിക്കാം. 2 ഘട്ടങ്ങളിലായാണ് നടക്കുക ഈ വോട്ടെടുപ്പ്. ബീഹാറിൽ നവംബർ 6-ാം തീയതിയും നവംബർ 13-ാം തീയതിയുമായി 2 ഘട്ടങ്ങളിലായി തെരഞ്ഞെടുപ്പ് നടക്കും. നവംബർ 14-ന് നമുക്ക് മനസ്സിലാകും ബീഹാറിലെ ജനങ്ങൾ ആർക്കൊപ്പമാണ് എന്നുള്ള കാര്യത്തിൽ. ഇടവേള. Show credits powered by strawberry, mango, mixed fruit, pineapple എന്നീ രുചികളിൽ Happy Jams. In association with Lucas Eco Green Wires and Cables from Lucas. Lucas Cables and Wires.
Super League Kerala Season 2 കാണൂ Sony 10/2 ഇനി ഹോം ഇന്റീരിയറിന് 10 wood, the next generation wood. തലമുറകൾ കൈമാറിയ ആയുർവേദത്തിന്റെ യഥാർത്ഥ ശക്തി കൃഷ്ണതുളസി കഫ് സിറപ്പ്. മൈജി ഫ്യൂച്ചർ. Experience the next. Richmax Finvest. പൊന്നിലൂടെ മുന്നേറൂ. uselot.ai Personality and Career Test, empowering career decision with artificial intelligence. Lovais. Innerwear for ladies and kids. Family Wedding Center. The beginning of forever. കണ്ണങ്കണ്ടി നിങ്ങളുടെ ഹോം അപ്ലയൻസസ് ആൻഡ് ഡിജിറ്റൽ ഗാഡ്ജറ്റ്സ് ഷോറൂം. പൊൻകതിർ പുട്ട് സോഫ്റ്റ് ആകാൻ ഒരു ഗ്ലാസ് പുട്ടുപൊടിക്ക് ഒരു ഗ്ലാസ് വെള്ളം. പൊൻകതിർ ഫുഡ് പ്രോഡക്ട്സ്, ദി ബ്രാൻഡ് ഓഫ് ഹാപ്പിനെസ്. Hawaii Steel Doors and Windows, the global standard doors and windows. ഗ്യാസ് ട്രബിൾ, നെഞ്ചരിച്ചിൽ, ദഹനക്കുറവ് എന്നിവക്ക് ഉടൻ പരിഹാരം. ഡോക്ടർ ബോസ് പുതിന ഇഞ്ചി കഷായം. മനസ്സിനിണങ്ങിയ പങ്കാളിയെ കണ്ടെത്തുവാൻ വേറ്റുനിക, the Muslim matrimonial. BIS ഹോൾമാർക്ക് 916 സ്വർണ്ണാഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്. എന്റെ പാർട്ണറെ ഞാൻ കണ്ടെത്തിയത് ജോഡി ആപ്പിലൂടെയാണ്. ലേഡീസിന് അതിനകത്ത് നമുക്ക് ഫ്രീ ആയിട്ട് രജിസ്റ്റർ ചെയ്യാം. ജോഡി ആപ്പ് വഴി എനിക്ക് നല്ലൊരു ലൈഫ് പാർട്ണറെ കിട്ടി. ജോഡി ആപ്പ് ഇത് ഡിപ്ലോമ +2 10 അതിലും താഴെ വിദ്യാഭ്യാസമുള്ളവർക്ക് വേണ്ടിയുള്ള മികച്ച പ്ലാറ്റ്ഫോം. രുചികരമായ ഭക്ഷണം ഇനി നിമിഷങ്ങൾക്കുള്ളിൽ. അൽ റാഹി കറിപ്പൊടികൾ ചേർക്കൂ, പാചകം എളുപ്പമാക്കൂ. അൽ റാഹി, ടേസ്റ്റ് ഓഫ് ഡിലൈറ്റ്സ്. ABC Cargo and Courier, #1 in GCC. 2-slot personality and career test. 20 മിനിറ്റ് കൊണ്ട് വളരെ ലളിതമായി നടത്തുന്ന ഈ ടെസ്റ്റിന്റെ റിസൾട്ടിലൂടെ നിങ്ങളുടെ ടാലന്റ് മാത്രമല്ല ഭാവി ജോലി സാധ്യതകളെ കുറിച്ചുള്ള സൂചനകളും ലഭിക്കും. ഇതെവിടുന്നാടാ? IBCൽ അമേരിക്കൻ PG ഡിപ്ലോമ കഴിഞ്ഞ് കരിയർ സെറ്റ് ആയപ്പോൾ ഞാൻ വിചാരിച്ചതാ അമ്മയ്ക്ക് സർപ്രൈസ് ഗിഫ്റ്റ്. ഇനി വെറുമൊരു ജോലിയല്ല, നല്ലൊരു കരിയറാണ് ലക്ഷ്യമെങ്കിൽ പഠിക്കൂ IBCലൂടെ. പൊൻകതിർ പുട്ട് സോഫ്റ്റ് ആകാൻ ഒരു ഗ്ലാസ് പുട്ടുപൊടിക്ക് ഒരു ഗ്ലാസ് വെള്ളം. പൊൻകതിർ ഫുഡ് പ്രോഡക്ട്സ്, ദി ബ്രാൻഡ് ഓഫ് ഹാപ്പിനെസ്. സംസ്ഥാനത്ത് ഭിന്നശേഷി നിയമനത്തിൽ വലിയ തരത്തിലുള്ള അട്ടിമറി നടക്കുന്നു എന്ന പരാതി ഉയർന്നതിനെ തുടർന്നാണ് ഞങ്ങൾ അന്വേഷണത്തിനിറങ്ങിയത്. അനർഹർക്ക് ഭിന്നശേഷി സർട്ടിഫിക്കറ്റ് തയ്യാറാക്കി നൽകാനായി ഒരു സംഘം പ്രവർത്തിക്കുന്നതിന്റെ നിരവധി തെളിവുകളാണ് മീഡിയ വണിന് ലഭിച്ചത്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, കാഴ്ചശക്തി ഇല്ല എന്ന് വ്യക്തമാക്കുന്ന സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ചാണ് ഒരാൾ ഭിന്നശേഷി സംവരണം വഴി അധ്യാപികയായി ജോലിക്ക് കയറിയത്. എന്നാൽ ഇവർക്ക് ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ട് എന്നുള്ളത് ഒരു വിരോധാഭാസം. സർക്കാർ ആശുപത്രിയിലെ ഡോക്ടർമാർ ഉൾപ്പെടെ പങ്കാളികളായ സംഘത്തിനായി ഏജന്റുമാരും സജീവമാണ് എന്നാണ് ഞങ്ങൾക്ക് ഈ അന്വേഷണത്തിലൂടെ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. സർക്കാർ ജോലിക്കായി ഭിന്നശേഷി സർട്ടിഫിക്കറ്റ് ആവശ്യമുള്ളവർക്ക് അത് സംഘടിപ്പിച്ചു കൊടുക്കുകയാണ് കോഴിക്കോട് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സംഘത്തിന്റെ പ്രവർത്തന രീതി. ഭിന്നശേഷി സർട്ടിഫിക്കറ്റ് സംഘടിപ്പിച്ചു നൽകുന്ന ഏജന്റിന്റെ നിർദ്ദേശമനുസരിച്ച് കോഴിക്കോട് വടക്കല്ലൂരിലെ സർക്കാർ ആശുപത്രിയിലെത്തിയ ബിൻസൺ എന്ന അധ്യാപകനും ലഭിച്ചു കേൾവി പരിമിത സർട്ടിഫിക്കറ്റ്. ഇരുവരും തമ്മിലുള്ള സംഭാഷണം കേൾക്കാം ആദ്യം. നമ്മള് അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ പണി കിട്ടാൻ സാധ്യത ഉണ്ടോ? ഒരുപാട് ആളുകളെ കൈകാര്യം ചെയ്ത് കാര്യമില്ല. ഒരു പ്രോപ്പറായിട്ടൊരു അന്വേഷണം വന്നു കഴിഞ്ഞാല് ഈ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയ ആൾക്കാർ കുടുങ്ങില്ലേ? അല്ല, അത് ഓലിക്ക് അതിന്റെ പെർസെന്റേജ് ഉണ്ടല്ലോ, കുറച്ചുണ്ട്. ദേശത്തുള്ള ആളുകളല്ലേ ചെയ്യുന്നത്. ലേശമുള്ള ആൾക്കാർക്ക് കുറച്ചുകൂടി കൂട്ടി കൊടുക്കുന്ന രീതിയിലേ ചെയ്യുന്നുള്ളൂ അല്ലേ? ഇപ്പൊ കഴിഞ്ഞ ദിവസം മുടക്കല്ലൂരൊന്ന് ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കിയിരുന്നു. നിങ്ങൾ പറഞ്ഞ പോലെ കുറച്ച് അഭിനയിച്ചതിന്റെ ഫലമായിട്ട് എനിക്ക് വലിയ ഇതുണ്ട്, ഡിസബിലിറ്റി ഉള്ള സർട്ടിഫിക്കറ്റ് കിട്ടി. അതാ ബോർഡിന്റെ മുന്നിൽ കൊടുത്തു കഴിഞ്ഞാൽ ഒരു ആനുകൂല്യം കിട്ടാൻ സാധ്യതയില്ലേ? ഓ ആയിക്കോട്ടെ, നേരിട്ട് വരാം. അധ്യാപകനും ഏജന്റും തമ്മിലുള്ള ശബ്ദ സംഭാഷണമാണ് നമ്മളിപ്പോൾ കേട്ടത്. ഇങ്ങനെ നിരവധി ആളുകളാണ് ഇത്തരത്തിൽ വ്യാജ സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ച് ജോലിക്ക് കയറുന്നത് എന്നുള്ളതാണ് ഞെട്ടിക്കുന്ന വിവരങ്ങൾ. വാർത്തയുടെ വിശദമായ വിവരങ്ങൾ അറിയേണ്ടതുണ്ട്. ടി നന്ദഗോപാൽ വിവരങ്ങൾ നൽകും. നന്ദു, എന്താണ് ഇവിടെ നടക്കുന്നത്? ഭിന്നശേഷി സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ച നിരവധി ആനുകൂല്യങ്ങളാണ് ആ ഒരു വ്യക്തിക്ക് ലഭിക്കുന്നത്. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സർക്കാർ ജോലികളിൽ ഒരു സംവരണം ഇവർക്ക് ലഭിക്കുമെന്നുള്ളതാണ്. ഇതോടുകൂടിയാണ് ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരു പ്രത്യേക സംഘം പുറത്തു വന്നത്. അതായത് അനർഹർക്ക് വ്യാജമായി ഭിന്നശേഷി സർട്ടിഫിക്കറ്റ് ഇവർ സംഘടിപ്പിച്ചു കൊടുക്കും. ഇതിന്റെ പുതിയ രേഖകളാണ് മീഡിയ വൺ ഇന്ന് പുറത്തു വിടുകയും ചെയ്തിട്ടുള്ളത്. ഏറ്റവും ആദ്യം വന്ന വിവരമനുസരിച്ച് ഒരു വ്യക്തിക്ക് കണ്ണു കാണാത്തതിന്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരുന്നു. കാഴ്ച പരിമിതിയുള്ള ഇദ്ദേഹം ഭിന്നശേഷി സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ച് സർക്കാർ ജോലിയിൽ പ്രവേശിക്കുകയും ചെയ്തു. പക്ഷേ വിവരാവകാശം വഴി അന്വേഷിച്ചപ്പോൾ ഇതേ വ്യക്തിക്ക് ഡ്രൈവിംഗ് ലൈസൻസുമുണ്ട്. അതായത് കാഴ്ചശക്തിക്ക് പ്രശ്നമുണ്ട് എന്ന് കാണിച്ച് ഭിന്നശേഷി സർട്ടിഫിക്കറ്റ് നേടിയ വ്യക്തിക്കാണ് ഡ്രൈവിംഗ് ലൈസൻസും ഉള്ളത്. ഇതോടുകൂടിയാണ് ഈ തട്ടിപ്പിന്റെ ഒരു വ്യാപ്തി
പുറത്തേക്ക് വന്നത്. അപസ്മാരമുള്ള വ്യക്തിക്ക് താൽക്കാലികമായി സർക്കാർ സംവിധാനത്തിൽ ഒരു ടെമ്പററി ഭിന്നശേഷി സർട്ടിഫിക്കറ്റ് നൽകും. ഇത് വാഹനങ്ങളിൽ ഉൾപ്പെടെ ഉപയോഗിക്കുന്നതിന് വേണ്ടിയാണ്. പക്ഷേ ഇതുപയോഗിച്ചും ഭിന്നശേഷി സർട്ടിഫിക്കറ്റ് നേടി ഇവർ ജോലിയിൽ പ്രവേശിക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനമായും പുറത്തു വന്ന വിവരമനുസരിച്ച് ഒരു അധ്യാപകൻ ഒരു സർക്കാർ ആശുപത്രിയിൽ പോവുകയും അവിടെ ചെന്ന ശേഷം തനിക്ക് കേൾവിയില്ല എന്ന രീതിയിൽ അഭിനയിക്കുകയും ചെയ്തു. ഇതോടെ ഇയാൾക്ക് കേൾവിക്ക് കാര്യമായ പ്രശ്നങ്ങളുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഒരു സർട്ടിഫിക്കറ്റ് ഈ സർക്കാർ ആശുപത്രിയിൽ നിന്നും ലഭിക്കുകയാണ്. പിന്നീട് ഇയാൾ ഏജന്റുമായി സംസാരിച്ചതിന്റെ ഓഡിയോ റെക്കോർഡ് കൂടിയാണ് പുറത്തു വന്നിട്ടുള്ളത്. ഇതിൽ ഏജന്റിനോട് ഈ അധ്യാപകൻ ചോദിക്കുന്നുണ്ട് ഭാവിയിൽ പിടിക്കപ്പെടില്ലേ എന്നുള്ളത്. പക്ഷേ നിരവധി ആളുകൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്, ഇതൊന്നും ഒരു പ്രശ്നമില്ല എന്നുള്ള ആത്മവിശ്വാസത്തിലാണ് ഈ ഏജന്റ് ഈ അധ്യാപകനോട് സംസാരിക്കുന്നത്. അതോടൊപ്പം തന്നെ കേൾവിക്ക് ചെറിയ പ്രശ്നമുണ്ട് എന്ന് കാണിച്ചാൽ മതി, മെഡിക്കൽ ബോർഡിലെ ഡോക്ടർമാർ ഉൾപ്പെടെ തങ്ങളുടെ കീഴിലാണ്, തങ്ങൾ പണം കൊടുത്ത് നിർത്തിയിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല, ഇവർ എളുപ്പത്തിൽ ഭിന്നശേഷി സർട്ടിഫിക്കറ്റ് നൽകുമെന്നുൾപ്പെടെ ഈ അധ്യാപകനോട് ഈ ഏജന്റ് സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. ബിൻസിൻ എന്ന് പറയുന്ന ഈ അധ്യാപകൻ നിരവധി കാലമായി ഇത്തരം അതിക്രമങ്ങൾക്കെതിരെയൊക്കെ പോരാടുന്ന വ്യക്തിയാണ്. അങ്ങനെയാണ് ഈ ഏജന്റിനെ കണ്ടുപിടിച്ചുകൊണ്ട് ഈ വിവരങ്ങൾ പുറത്തു കൊണ്ടുവരുന്നതിന് വേണ്ടി ഇങ്ങനെയൊരു അഭിനയം ഇയാൾ കാഴ്ചവെച്ചത്. ഏതായാലും വലിയ വിവരങ്ങളാണ് ഇതിന്റെ ഭാഗമായി പുറത്തേക്ക് വരികയും ചെയ്തിട്ടുള്ളത്. നിരവധി ആളുകൾ സമാനമായ രീതിയിൽ സർട്ടിഫിക്കറ്റ് നേടിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിൽ ഈ ഏജന്റ് തന്നെ വ്യക്തമാക്കിയിട്ടുള്ളത്. ഏറ്റവും സങ്കടകരമായ കാര്യം ഈ ഭിന്നശേഷിക്കാരായ ആളുകൾ ഇവർക്കാണ് ഏറ്റവും കൂടുതൽ പരിഗണന ആവശ്യമായി വരുന്നത്. അവർക്ക് ഒരു സ്ഥലത്ത് സാധാരണക്കാരെ പോലെ ജോലി ചെയ്യാൻ സാധിക്കാത്ത ഒരു സ്ഥിതിവിശേഷമുണ്ട്. അതുകൊണ്ടാണ് സർക്കാർ ഇവർക്ക് പ്രത്യേക സംവരണം നൽകി പ്രത്യേക ജോലികളൊക്കെ തന്നെ കൊടുക്കുകയും ചെയ്യുന്നത്. പക്ഷേ ഇത് അനർഹരായ ആളുകൾ ഇവിടെ ഈ തട്ടിപ്പ് നടത്തുമ്പോൾ അർഹരായ ആളുകൾ പുറത്തു നിൽക്കുകയാണ്. നമ്മളോട് തന്നെ സംസാരിച്ച കാഴ്ചശക്തിക്ക് പ്രശ്നമുള്ള നിരവധി ആളുകൾ ഇവർക്ക് അർഹതയുണ്ടായിട്ടും വിദ്യാഭ്യാസ യോഗ്യതയുണ്ടായിട്ടും പുറത്ത് ജോലി ചെയ്യേണ്ട അവസ്ഥയാണ്. തെരുവിൽ പാട്ടുപാടിയും ലോട്ടറി വിറ്റുമാണ് ഇവരൊക്കെ ജോലി ചെയ്യുന്നത്. നിരവധി തവണ ഇവർ ആരോഗ്യമന്ത്രിക്കും മറ്റു ബന്ധപ്പെട്ട അധികൃതർക്കും ഇതുമായി ബന്ധപ്പെട്ട പരാതി നൽകിയിട്ട് പോലും കാര്യമായ നടപടി ഉണ്ടായിട്ടില്ല. ഇപ്പോഴും ഇവർ നിയമ പോരാട്ടത്തിൽ തന്നെയാണ്, ശക്തമായ നിയമ പോരാട്ടവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ഇവരുടെ തീരുമാനം. പക്ഷേ ബന്ധപ്പെട്ട അധികൃതർ കാര്യമായ നടപടികളൊന്നും സ്വീകരിക്കാൻ തയ്യാറാവാത്തത് ഇവർക്ക് വലിയ പ്രതിസന്ധി ആയിരിക്കുകയാണ്. ഇതിനിടെയാണ് ഇപ്പോൾ ഈ ഏജന്റിന്റെ ഓഡിയോ സന്ദേശം ഉൾപ്പെടെ പുറത്തു വരികയും കേൾവിയില്ല എന്ന് അഭിനയിച്ചാൽ സർട്ടിഫിക്കറ്റ് കിട്ടും എന്നുൾപ്പെടെയുള്ള തെളിവുകളും പുറത്ത് മീഡിയ വൺ കൊണ്ടുവന്നിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ അന്വേഷണം ഈ കാര്യത്തിൽ വേണമെന്നുള്ളത് ഈ സംഘടനകൾ ഉൾപ്പെടെ ഭിന്നശേഷി സംഘടനകൾ ഉൾപ്പെടെ ആവശ്യപ്പെടുന്നുണ്ട്. എത്രയും പെട്ടെന്ന് ഇതിന് പിന്നിലുള്ളവരെ കണ്ടെത്തി നടപടി സ്വീകരിക്കണം. അനർഹർ സർക്കാർ ജോലിയിലുണ്ട് എന്നുള്ള കണ്ടെത്തലുണ്ടായാൽ അവർക്കെതിരെ നടപടി സ്വീകരിക്കുകയും അർഹർക്ക് ആനുകൂല്യങ്ങൾ കിട്ടുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യണം എന്നുള്ളതാണ് ഈ ആളുകൾ ആവശ്യപ്പെടുന്നത്. അതെ, അർഹതയുണ്ടായിട്ടും നിയമനം ലഭിക്കാത്ത ആളുകളെയാണ് നമ്മളിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കണ്ടത്. പലരും നമ്മുടെ അടുത്ത് ഇത്തരം കാര്യങ്ങൾ വ്യക്തമാക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ പരാതി പറയുകയാണ്. അതിനെ തുടർന്നാണ് ഞങ്ങൾ ഈ ഒരു അന്വേഷണവുമായി മുന്നോട്ട് പോയത്. അതിനിടയിലാണ് ഇത്തരത്തിൽ വ്യാജ സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ച് യാതൊരുവിധ അർഹതയുമില്ലാത്ത നിരവധി ആളുകൾ ഇത്തരത്തിൽ നിയമനത്തിൽ കയറിക്കൂടുന്ന കാഴ്ചകൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ടി നന്ദഗോപാലാണ് വിവരങ്ങൾ നൽകിയത്. ഇതോടെ ഇന്നത്തെ ന്യൂസ് ടിക്കോട് പൂർണ്ണമാകുന്നു. നമസ്കാരം.